നമസ്കാരം, എല്ലാവർക്കും സർക്കിൾസിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു 35 മിനിറ്റോളം വീഡിയോ പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം മീൻസ് പാർട്ട് 1. ഓക്കെ, അപ്പോൾ അത് കണ്ടിട്ട് അതിൽ ചെറിയൊരു ടോപ്പിക്കാണ്, അത് ഒരുപാട് നീണ്ടുപോയി എന്നൊക്കെ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, 1-2 ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ് വളരെ ഷോർട്ടായിട്ടാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ആരെയും ബോറടിപ്പിക്കുന്നില്ല, ആർക്കും ഉറക്കവും വരണ്ട. ഓക്കെ, ഞാൻ കുറ്റം പറഞ്ഞതല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാം, നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. പേജ് നമ്പർ 208 എടുക്കുക, 208 എടുക്കുക. അതിൽ ലെഫ്റ്റ് സൈഡിൽ താഴെ ഒരു തിയറം കിടപ്പുണ്ട്, തിയറം 10.1. ആ തിയറം ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കൺസെപ്റ്റ് ആദ്യം പറഞ്ഞുതരാം. വളരെ കുറച്ച് സമയം കൂടി തന്നെ നമ്മൾ തീർക്കുന്നതായിരിക്കും. അപ്പം ഇതാണ് നമ്മൾ ഇന്നലെ ഒരുപാട് നേരം പറഞ്ഞൊരു ടോപ്പിക്കുണ്ട്. ഒരു പോയിന്റിൽ നിന്നും ഒരു ലൈനിലേക്ക് വരയ്ക്കുന്ന ലൈനിലേക്കുള്ള ഡിസ്റ്റൻസുകളിൽ, അതായത് ഈ ഒരു പോയിന്റിൽ നിന്നും ഈ ഒരു ലൈനിലേക്കുള്ള ഡിസ്റ്റൻസുകളിൽ ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും എന്ന് പറഞ്ഞായിരുന്നു. അത് പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളും പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്നും ഈ ലൈനിലേക്ക് ഒരുപാട് ലൈൻസ് വരയ്ക്കാൻ പറ്റും. അതായത് ഇങ്ങനെ കുറേ ലൈൻസ് വരയ്ക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ അതിൽ ഏറ്റവും ചെറിയ ലൈൻ ഈ റെഡ് ആണെന്ന് നമ്മൾ തെളിയിക്കണം. റെഡ് ആണെങ്കിൽ അത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെയും അത് തന്നെയാണ് തെളിയിക്കാനുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് നന്നായിട്ട് മനസ്സിലാക്കിയവർക്ക് ഇത് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കും. അപ്പോൾ ഇവിടെ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി എടുക്കാനുണ്ട്. അതായത് പ്രൂഫ് ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ ജസ്റ്റ് അതിൻ്റെ കറക്റ്റ് ഓർഡറിലല്ല പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് പറയാൻ പോകുന്നത്. അതായത് ഇതൊരു സർക്കിളും ഇതിലേക്ക് വരച്ചിരിക്കുന്ന ഒരു ടാൻജൻറ്റുമാണിത്. അപ്പോൾ ഇതൊരു സർക്കിളിലേക്ക് വരച്ചിരിക്കുന്ന ഒരു ടാൻജൻ്റാണ് ഇതായി പോയേക്കുന്നത്. അത് ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ കാണിച്ചു തരാം. തൽക്കാലം അത് ടാൻജൻ്റാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ പോയിൻ്റ് പി എന്താണ്? പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ് ആണ്. അപ്പം തിയറം ഇതാണ് ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ പ്രൂവ് ചെയ്യുന്നത്. പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റിൽ ടച്ച് ചെയ്യുന്ന റേഡിയസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സർക്കിളിന് കുറേ റേഡിയസ് വരയ്ക്കാം അല്ലേ. ഈ റേഡിയസുകളൊന്നും നമ്മുടെ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റിൽ ടച്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഒരേ ഒരു റേഡിയസ് മാത്രമേ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റിൽ ടച്ച് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ആ റേഡിയസും ഈ ഒരു റേഡിയസ്, അതിൻ്റെ ബ്ലൂ കളറിൽ ഇട്ടേക്കുവാണ്, ആ ഒരു റേഡിയസും ഈ ടാൻജൻറ്റുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യണം. അത്ര മാത്രമേ ഉള്ളൂ ഈ സിമ്പിൾ പ്രൂഫ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സർക്കിളിന് റേഡിയസ് ഒരുപാട് റേഡിയസ് നമുക്ക് വരയ്ക്കാൻ പറ്റും. പക്ഷേ ഒരു ടാൻജൻറ്റിൻ്റെ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ് എന്ന് പറയുന്ന ഒരു പോയിൻ്റാണ്. ആ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റിൽ ടച്ച് ചെയ്യുന്ന റേഡിയസ്, അതായത് പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റിലൂടെയുള്ള ആ റേഡിയസും ടാൻജൻറ്റിൻ്റെ ലൈനും തമ്മിൽ എന്ത് ആംഗിൾ 90 ഡിഗ്രി ഫോം ചെയ്യുന്നു തെളിയിക്കണം. അതാണ് നമ്മുടെ പ്രൂഫ്. അപ്പം ഇതിന് വളരെ സിമ്പിളായിട്ട് ആദ്യം നമുക്ക് പ്രൂവ് ചെയ്യുന്നത് ഞാനിപ്പോൾ അങ്ങ് പറയുവാണ്. ഒരു ഡിഫറെൻറ്റ് രീതിയിലാണ് പറയാൻ പോകുന്നത്. അപ്പം അതായത് ഇതൊരു സർക്കിളാണ്. അപ്പം ഈ സർക്കിളിൽ ടാൻജൻസ് എ ബി ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ എയും ബിയും ഇവിടെ ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്. ഇതാണ് ലൈന്, ഇതാണ് സർക്കിളിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഒ, പി പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ്, ക്യൂ എന്ന് പറയുന്നത് ഈ ലൈനിലുള്ള ഏതോ ഒരു പോയിൻ്റ് ക്യൂ. അപ്പം ഞാനിനി അത് എ ബി അങ്ങ് കുറച്ചുകൂടെ സൂം ചെയ്ത് വലുതാക്കി എടുക്കുവാണ്. ഇനി പറയുന്നത് ശ്രദ്ധിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തെളിയിക്കാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി ഞാൻ. നോക്കാം, നമ്മൾ ഈ ഒരു ലൈനിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലത്ത് ക്യൂ എന്ന് പറയുന്ന പോയിൻ്റ് എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് എടുക്കാം. ഇവിടെ എടുക്കാം, ഇവിടെ എടുക്കാം, ഇവിടെ എടുക്കാം, ഇവിടെ എടുക്കാം, എവിടെ വേണോ എടുക്കാം നിങ്ങൾക്ക് ക്യൂ. പക്ഷേ ഒരു കാര്യം നോക്കിക്കേ, ഈ ഒ പി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പി എന്ന് പറയുന്ന പോയിൻ്റ് സർക്കിളിൽ ഉള്ളൊരു പോയിൻ്റാണ്. പക്ഷേ ക്യൂ എവിടെ ഉള്ളതാണ്? സർക്കിളിന് പുറത്തുള്ളൊരു പോയിൻ്റാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഒ പി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഒ ക്യൂവിനെ കഴിയും എന്തായിരിക്കും? ചെറുതായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ക്യൂ മാറ്റി പിടിക്കുക. ക്യൂ ഇവിടെ കൊണ്ടുവന്നു. എന്നിരുന്നാൽ തന്നെയും അവിടെയും ഒ ക്യൂവിനേക്കാളും Q1 എടുക്കാം. Q1 എന്താണ്? ചെറുതാണ്. ഇനി ഇവിടെ എടുക്കാം. ഇതും സർക്കിളിൻ്റെ പുറത്തുള്ള പോയിൻ്റാണ്. അവിടെ എടുത്താൽ പോലും Q3യും എന്താണ്? ഒ പിന്നേക്കാളും ചെറുതാണ്. അപ്പം നിങ്ങൾക്കറിയാം, അതായത് പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റിൽ ഉള്ള ഒരു പോയിൻ്റാണ് ഈ പോയിൻ്റ് സർക്കിൾ. അപ്പോൾ സർക്കിളിൽ ടച്ച് ചെയ്യുന്ന ഒരേ ഒരു പോയിൻ്റ് ഈ പി മാത്രമേ ഉള്ളൂ. അതൊഴികെ അപ്പം എ ബി എന്ന് പറയുന്ന ഈ ലൈനിൽ ഒരേ ഒരു പോയിൻ്റ് മാത്രമേ സർക്കിൾ ടച്ച് ചെയ്യത്തുള്ളൂ, അത് പി. അപ്പം സർക്കിളിനും ആ ലൈനും കോമൺ ആയിട്ടുള്ള ഒരേ ഒരു പോയിൻ്റേ ഉള്ളൂ പി. അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ ലൈനിൽ നമ്മളിനി എവിടൊക്കെ പോയിൻ്റ് എടുത്തിട്ട് സർക്കിളിൻ്റെ സെൻറ്ററും അതുമായിട്ട് ജോയിൻ ചെയ്താൽ പോലും
ഒ പി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഒ ക്യൂവിനെ കഴി എപ്പോഴും എന്തായിരിക്കും, ചെറുതായിരിക്കും. ഒ പി എപ്പോഴും ചെറുതായിരിക്കും. അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും ഈ എ ബിയിലേക്ക് വരയ്ക്കുന്ന ലൈനുകളിൽ, കുറേ ലൈൻസ് വേണമെങ്കിൽ ഇങ്ങനെ വരച്ച് കാണിച്ചു കൊടുക്കാം. എ ബിയിലേക്ക് വരയ്ക്കുന്ന ലൈനുകളിൽ ഏറ്റവും ചെറിയ ലൈൻ ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റും, ഒ പി ആണെന്ന് പറയാൻ പറ്റും. ബിക്കോസ് പി എന്ന് പറഞ്ഞ പോയിന്റ് സർക്കിളിലും ബാക്കി എല്ലാ പോയിന്റുകളും സർക്കിളിന് പുറത്തുമാണ്. ദെയർഫോർ ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എവിടുന്ന്, സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും, പറയുന്നത് ശ്രദ്ധിക്കുക, സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും എ ബി എന്ന് പറയുന്ന ലൈനിലേക്കുള്ള ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഏതാണ്, ഒ പി ആണ്. സോ തീർച്ചയായിട്ടും ഒ പി എന്ത് ഡിസ്റ്റൻസ് ആയിരിക്കും, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും. അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഈസ് എന്തായിരിക്കും, പെർപെൻഡിക്കുലർ. ഇത്രയേ ഉള്ളൂ ഈ തിയറം. പക്ഷെ അത് തിയറം പോലെ എഴുതുമ്പോൾ കുറച്ചുകൂടെ വലുതാക്കിയൊക്കെ എഴുതണം. അപ്പോൾ നമുക്കത് നോക്കാം എങ്ങനെയാണെന്ന്. ഓക്കെ, ഇനി നമ്മുടെ എന്താ പറയുക, കറക്റ്റ് നിങ്ങൾ എക്സാമിന് എഴുതുന്ന രീതിയിലുള്ള തിയറം പറയുവാണ്. അപ്പോൾ റീസൺ മനസ്സിലായി കാണുമെന്ന് എല്ലാവർക്കും വിശ്വസിക്കുന്നു. കാണാത്തവരൊന്നുകൂടെ ബാക്ക് അടിച്ച് പറയുക. ഞാൻ ഒരുപാട് നേരം കഴിഞ്ഞ ആരെയും ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ നോക്കി, ഇതെല്ലാം എഴുതേണ്ടതാണ് കേട്ടോ. പക്ഷേ എളുപ്പമാണ്. ഞാൻ ഈ പറഞ്ഞ ഒരു കണ്ടന്റ് ഒരു ചെറിയ ഭാഗം മാത്രമേ ഉള്ളൂ പഠിക്കാൻ, ബാക്കി മൊത്തം ചുമ്മാ എഴുതേണ്ടതാണ്. അപ്പോൾ തിയറം ഇതാണ്: ടാൻജൻറ്റ് അറ്റ് എനി പോയിൻ്റ് ഓൺ എ സർക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ടു ദ റേഡിയസ് ത്രൂ ദ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ആർക്കും അങ്ങോട്ട് ദഹിക്കത്തില്ല, അതുമല്ല ആൾക്കാരുടെ മനസ്സിലിരിക്കത്തുമില്ല. പക്ഷേ ഇത് കാണാതെ പഠിച്ചേ പറ്റൂ. ഒരുപക്ഷെ ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ ക്വസ്റ്റ്യനിൽ തന്നാൽ ഓക്കെ ആണല്ലേ. പക്ഷേ ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഇനി വരുന്ന ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ നമുക്കിത് എഴുതേണ്ടതായിട്ട് വരും. അപ്പോൾ എന്തായാലും ഇതൊന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കുന്നതാണ്. പിന്നെ ഇതിനൊരു ഷോർട്ട് ഫോം ഉണ്ട്, അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ തിയറം ഇതാണ്: ടാൻജൻറ്റ് അറ്റ് എനി പോയിൻ്റ് ഓൺ എ സർക്കിൾ, സർക്കിളിലുള്ള ഏതോ ഒരു പോയിൻ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ റേഡിയസ് ത്രൂ ദ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ്. അതായത് ഈ പോയിൻറ്റും സർക്കിളിൻ്റെ സെൻറ്ററുമായിട്ട് ജോയിൻ ചെയ്യുന്ന ആ റേഡിയസും ഈ ടാൻജൻറ്റുമായിട്ട് എന്ത് ആംഗിൾ ആയിരിക്കുമെന്ന് 90 ഡിഗ്രി ആണെന്ന് തെളിയിക്കാനുള്ളത്. അതാണ് ടാൻജൻറ്റ് അറ്റ് എനി പോയിൻ്റ് ഓൺ എ സർക്കിൾ. ആ ടാൻജൻറ്റും അതാണ് തന്നെ, ഈ ടാൻജൻറ്റും പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റിലൂടെ വരയ്ക്കുന്ന റേഡിയസും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണെന്ന്. ഞാൻ ഈ അവസാനം പറഞ്ഞത് ഓർത്ത് വെക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ടാൻജൻറ്റും പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റിലൂടെയുള്ള റേഡിയസും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിലായിരിക്കും. ഇതേ ഓർത്ത് വെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ബാക്കിയൊക്കെ ചിലപ്പം പോവും, പക്ഷേ ഇത് പഠിച്ചു വെക്കുക, അതായിരിക്കും നല്ലത്. ടാൻജൻറ്റ് അറ്റ് എനി പോയിൻ്റ് ഓൺ എ സർക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ടു ദ റേഡിയസ് ത്രൂ ദ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ്. അത് കഴിയാത്തവർ മറ്റേതെങ്കിലും ഓർത്ത് വെച്ചേക്കുക. ടാൻജൻറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ റേഡിയസ് ത്രൂ ദ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ്. അങ്ങനെ ആയാലും പഠിച്ചു ചെയ്താലും മതി. അപ്പോൾ അത് കമ്പൽസറി ആയിട്ട് അത് പഠിച്ചു വെക്കാം. ഓക്കെ, അതിന് പ്രൂവ് ചെയ്യാനായിട്ട് ആദ്യമേ നമ്മളൊരു സർക്കിളൊക്കെ വരച്ചു. ലെറ്റ് ഒ ബി ദ സെൻറ്റർ ഓഫ് ദി സർക്കിൾ. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ. എ ബി ബി ദ ടാൻജൻറ്റ് വരച്ചിട്ടുണ്ട്. ലെറ്റ് ദ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ് അങ്ങോട്ടുണ്ട് കേട്ടോ, കോണ്ടാക്റ്റ് പി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളെ ഫിഗറിൽ നിന്ന് എടുത്ത് എഴുതാനുള്ളത്. അതൊക്കെ ആർക്കും എഴുതാം. ടു പ്രൂവ് ദാറ്റ് ഒ പി പെർപെൻഡിക്കുലർ ടു എ ബി ആണെന്ന് പ്രൂവ് ചെയ്യും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. ഇത് ഓൾറെഡി നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഫിഗർ നോക്കി എഴുതാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ. ഇനി അങ്ങോട്ട് വരുന്ന ഒരേ ഒരു സെൻറ്റൻസ് മാത്രമേ ഉള്ളൂ ശരിക്കും ഇതിനകത്ത് പ്രൂഫായിട്ട് വരുന്നത്. പ്രൂഫ് തുടങ്ങുവാണ്. ലെറ്റ് ക്യൂ ബി എനി പോയിൻ്റ് ഓൺ എ ബി. ഈ ഒരു സെൻറ്റൻസ് ഇല്ലെങ്കിൽ പോയി കേട്ടോ, മാർക്ക് കിട്ടത്തില്ല. അതായത് ക്യൂ എ ബിയിലുള്ള ഏതെങ്കിലും ഒരു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോയിൻ്റ് എടുക്കാം എ ബിയിൽ, അതർ ദാൻ പി അല്ലാതെ എ ബിയിൽ ഏതെങ്കിലും ഒരു പോയിൻ്റായിട്ട് എടുക്കാം. ക്യൂ ജോയിൻ ഒ ക്യൂ, ആ ഒ ക്യൂവിനെ ജോയിൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ക്യൂ ഇവിടെ എടുക്കാം, എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒയുമായിട്ട് ജോയിൻ ചെയ്യാം. ദെയർഫോർ എന്ത് കിട്ടും, ഒ ക്യൂ കിട്ടും. ഓക്കെ, എനിവേ അത് മാറ്റമാണ്. അപ്പോൾ എവിടെ വേണമെങ്കിലും എ ബിയിൽ ക്യൂ എടുക്കാം, എന്നിട്ട് ഒയുമായിട്ട് ജോയിൻ ചെയ്യണം. എന്നിട്ട് പറയണം അങ്ങനെ വരുമ്പോൾ ക്യൂ തീർച്ചയായിട്ടും എക്സ്റ്റീരിയർ പോയിൻ്റ് ആയിരിക്കും. സർക്കിളിനകത്തുള്ള ഒരേ ഒരു പോയിൻ്റ് പി മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്യൂ എ ബിയിൽ എവിടെ എടുത്താലും ക്യൂ സർക്കിളിൻ്റെ പുറത്ത് തന്നെ ആയിരിക്കും. ദെയർഫോർ ഒ പി ഈസ് ലെസ് ദാൻ ഒ ക്യൂ. അങ്ങനെ ആകുമ്പം ഒ പി എപ്പോഴും ഒ ക്യൂവിനെ കഴിയും എന്തായിരിക്കും, ചെറുതായിരിക്കും. ഇനി ഇവിടെ വളരെ ക്ലോസ് ആയിട്ടൊരു പോയിൻ്റ് ക്യൂ എടുത്താൽ പോലും അത് ഒ ക്യൂ എന്തായിരിക്കും, ഒ പി അപ്പോഴും എന്തായിരിക്കും, ഒ ക്യൂവിനെ കഴിയും എന്തായിരിക്കും, ചെറുതായിരിക്കും. അത് മനസ്സിലാക്കി വെക്കാം.
Therefore നമുക്ക് പറയാൻ പറ്റും, നമ്മുടെ കൺക്ലൂഷനിലേക്ക് എത്തുവാണ്. സോ ഒ പി ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ഒ ടു ദ ലൈൻ എ ബി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. ഒ പി ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ഒ ടു ദ ലൈൻ എ ബി. അതായത് ഒ പി ആണ് ഒയിൽ നിന്നും എ ബിയിലേക്കുള്ള ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ്. ദെയർഫോർ ഒ പി ഈസ് പെർപെൻഡിക്കുലർ ടു എ ബി. ഇത്രയേ ഉള്ളൂ പ്രൂഫ്. പിന്നെ ഇത് ക്ലാസ് 9 പഠിച്ചിട്ടുള്ളതാണെന്നുള്ളത് ഞാൻ എഴുതിയിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കേ, ശരിക്കും ഈ പ്രൂഫ് പ്രൂവ് ചെയ്യാൻ വല്ല കാര്യങ്ങളുണ്ടോ? പിന്നെ മറ്റ് പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ മറ്റു പല ആൾക്കാരും ഒരുപാട് രീതിയിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത് എഴുതി വെച്ചാൽ മതി. അതായത് ഇതാണ് തിയറം. ടാൻജൻ്റ് അറ്റ് എനി പോയിന്റ് ഓൺ എ സർക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ടു ദ റേഡിയസ് ത്രൂ ദ പോയിന്റ് ഓഫ് കോൺടാക്ട്. അത് തീർച്ചയായിട്ടും അത് പഠിച്ചു വെച്ചേ പറ്റത്തുള്ളൂ. പിന്നെ അതിന് ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, ടാൻജൻ്റ് ഈസ്, അത് നിങ്ങളെ നോട്ടിലോട്ട് എഴുതുക, ടാൻജൻ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ടാൻജൻ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ റേഡിയസ് ത്രൂ ദ പോയിന്റ് ഓഫ് കോൺടാക്റ്റ്. അല്ലെങ്കിൽ ടാൻജൻ്റ് പോയിന്റ് ഓഫ് കോൺടാക്റ്റിലൂടെയുള്ള റേഡിയസിന് എന്താണ്, പെർപെൻഡിക്കുലർ ആണ്. മലയാളത്തിൽ എന്തായാലും എഴുതി വെക്കാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ അതങ്ങനെ പഠിച്ചു വെക്കാം. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഒരു സർക്കിൾ വരയ്ക്കുക. അതിന് നമുക്ക് അതിനകത്ത് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതി വെക്കുക. അത് ഒ സെൻറ്റർ ആണ്, എ ബി ടാൻജൻ്റ് ആണ്, പി പോയിന്റ് ഓഫ് കോൺടാക്റ്റ് ആണെന്നൊക്കെ എഴുതി വെക്കുക. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഒ പി പെർപെൻഡിക്കുലർ ടു എ ബി. ഇത് ഈ ഒരു എയിം അറിയണ്ടേ, നമുക്ക് എന്താ പ്രൂവ് ചെയ്യാനുള്ളതെന്ന് അറിയണ്ടേ. അപ്പോൾ അതൊക്കെ എഴുതി വെക്കുക. അതിനുശേഷം പിന്നെ എടുക്കുന്ന പ്രൂഫ് എന്ന് എഴുതി തന്നെ എങ്ങനെ എഴുതണം? ലെറ്റ് ക്യൂ ബി എനി പോയിന്റ് ഓൺ എ ബി അതർ ദാൻ ബി. അതായത് ക്യൂ എന്ന് പറഞ്ഞാൽ എ ബിയിലെ ഏതോ ഒരു പോയിൻ്റാണ് അതർ ദാൻ പി അല്ലാതെ ഒരു പോയിൻ്റാണ് ക്യൂ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യണം, ഒയും ക്യൂ ആയിട്ട് ജോയിൻ ചെയ്യണം, ഒ ക്യൂ. എന്നിട്ട് പറയണം ക്യൂ എക്സ്റ്റീരിയർ പോയിൻ്റ് ആയതുകൊണ്ട് എപ്പോഴും ഒ പി ഒ ക്യൂവിനേക്കാൾ എന്തായിരിക്കും, ചെറുതായിരിക്കും. അതായത് ക്യൂ എക്സ്റ്റീരിയർ പോയിൻ്റ് ആയതുകൊണ്ട് ക്യൂവിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പിയിലേക്കുള്ള ഡിസ്റ്റൻസിനെക്കാളും വലുതാണെന്നോ അല്ലെങ്കിൽ എപ്പോഴും ഒ പി ഡിസ്റ്റൻസ് ആണ് ചെറുതെന്നോ പറയണം. ദെയർഫോർ ഒ പി ഡിസ്റ്റൻസ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഫ്രം ഒ ടു എ ബി, എവിടെ നിന്നും, സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും എ ബി എന്ന് പറയുന്ന ലൈനിലേക്കുള്ള ചെറിയ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഒ പി ഈസ് പെർപെൻഡിക്കുലർ ടു എ ബി. ഇതിന് സപ്പോർട്ടിംഗ് ആയിട്ടാണ് ഇന്നലെ മൊത്തം 30 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിരുന്നത്. ഓക്കെ, ഇത്രയാണ് ആ തിയറം. അതിൽ മെയിനായിട്ട് ഞാനിപ്പോൾ ഈ അണ്ടർലൈൻ ചെയ്തേക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ബാക്കിയൊക്കെ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ക്യൂ എ ബിയിലുള്ളൊരു പോയിൻ്റാണ് അതർ ദാൻ പി എന്ന് പറയണം. എന്നിട്ട് ക്യൂ എക്സ്റ്റീരിയർ പോയിൻ്റ് ആയതുകൊണ്ട് ഒ പിയിലേക്കുള്ള ഡിസ്റ്റൻസ് എപ്പോഴും ചെറുതായിരിക്കും ഏത് ക്യൂ എടുത്താലും. ദെയർഫോർ ഒ പി ലെസ് ദാൻ ഒ ക്യൂ. അതുകൊണ്ട് ഒ പി ഇസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയണം. അതുകൊണ്ട് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ത് ഡിസ്റ്റൻസ് ആയിരിക്കും? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും എന്ന് പറയുക. ഇതിൻ്റെ കൂടെ ഒരു കാര്യം ഓർമ്മിക്കുന്നത്, ഏതെങ്കിലും ഒരു പോയിൻ്റ്, ഒരു ലൈന്. അപ്പം ഈ ലൈനിലേക്ക് ഇവിടുന്ന് ഒരുപാട് ലൈൻസൊക്കെ വരച്ചാൽ പോലും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും അതിൻ്റെ ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ്. അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് കിട്ടിയാൽ അതായിരിക്കും അത് പെർപെൻഡിക്കുലർ ആകുകയും ചെയ്യും. അത് ഓർത്ത് വെച്ചിരുന്നാൽ മാത്രം മതി. പിന്നെ ഒരു കാര്യം കൂടെ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ എഴുതാം. ഇത് കറക്റ്റ് എന്താ പറയുക, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. എന്താ പറയുക, അതിനകത്ത് ഇച്ചിരി മേപ്പോട്ട് വെക്കാം, അല്ലെങ്കിൽ കാണാൻ പറ്റില്ല. ഓക്കെ എൻ്റെ അലൈൻമെൻറ്റ് മാറിപ്പോകുന്നതാണ്. ഓക്കെ, ഓഫ് ഓൾ ദ ലൈൻസ് ഫ്രം എ പോയിൻ്റ് ഒ ടു ലൈൻ എ ബി. അതായത് ഒയിൽ നിന്നും എത്ര ലൈൻസ് വരച്ചാലും എങ്ങോട്ട്, എ ബിയിലേക്ക് വരച്ചാലും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, ദെയർഫോർ ഒ പി ഇവിടെ ഷോർട്ടസ്റ്റ് ആയതുകൊണ്ട്, ഒ പി ഇവിടെ ഷോർട്ടസ്റ്റ് ആണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ദെയർഫോർ ഒ പി പെർപെൻഡിക്കുലർ ടു എ ബി ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ എഴുതി ചേർക്കാം, വളരെ നന്നായിരിക്കും, മാർക്ക് കൂടുതൽ കിട്ടും ചോദിച്ചാൽ. പക്ഷേ ഇൻ കേസ് ഇത്രയായാലും കുഴപ്പമില്ല. പക്ഷേ എന്ന് വിചാരിച്ച് ഇതിനെ വിഴുങ്ങാതിരിക്കുക. ഇത് നല്ല എളുപ്പമാണ് പഠിക്കാൻ. ഓഫ് ഓൾ ദ ലൈൻസ് ഡ്രോൺ ഫ്രം ഒ ടു ദ ലൈൻ എ ബി, the perpendicular distance is the shortest distance. അല്ലെങ്കിൽ shortest distance is the perpendicular distance. shortest distance is perpendicular എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് therefore OP perpendicular to AB എന്ന് എഴുതാം. ഇവിടെ വരച്ചിട്ടും നിർത്തിയിട്ടുണ്ട്. OP is perpendicular to AB ഏതുകൊണ്ടും എഴുതാം. അത്രയും എഴുതി എടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ പാർട്ട് 2 സർക്കിൾസിൻ്റെ ഇത്ര മാത്രമേ ഉള്ളൂ. അതിലാകപ്പാടെ ഞാൻ പഠിപ്പിച്ചത് ഒരേ ഒരു തിയറമാണ്, പേജ് നമ്പർ 208. അപ്പോൾ ഇത്
ഒരു 4-5 പ്രാവശ്യമെങ്കിലും എഴുതി പഠിക്കുക. ആദ്യം ഞാൻ അണ്ടർലൈൻ ഇട്ടിരുന്നു കുറേ പാർട്ട് ഏതൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് എന്നത് ഈ ഒരു സെക്ഷനകത്ത്. അതും ആ പോയിൻറ്റ്സ് വരുന്നുണ്ടോ എന്ന് നോക്കണം നിങ്ങൾ എഴുതി പഠിക്കുന്ന സമയത്ത്. ക്യൂ ഇസ് എനി പോയിൻ്റ് അതർ ദാൻ പി, ക്യൂ എക്സ്റ്റീരിയർ പോയിൻ്റ് ആയതുകൊണ്ട് ഒ പി ലെസ് ദാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ഈ പ്രൂഫ് ഇത് കഴിയുമെങ്കിൽ ഇതിലും കൂടെ പഠിച്ചേക്കാം. ഓക്കെ, താങ്ക് യു. പിന്നെ ഒരുപാട് വലിച്ചു നീട്ടിയിട്ടില്ല എന്ന് കരുതുന്നു. 15 മിനിറ്റ് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത പാട്ടിൽ വീണ്ടും കാണാം. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.